ഹാർപ്പിലെ എലമെന്റ് പറഞ്ഞ വെതർ കൺട്രോളിംഗ് എക്സ്പെരിമെന്റും ഇവിടെ നടക്കുന്നുണ്ട്. കുറച്ച് പുറകിലോട്ട് പോയാൽ ഡോക്ടർ വിനോദ് ജനസിസിൽ വന്നതും ഡേ ഓഫ് ജനസിസിന്റെ ദിവസം അർണവ് ഏതോ സ്കൂളിൽ പോയി എന്തൊക്കെയോ തോന്നിയാസം ചെയ്ത് കൂട്ടിയതും എലമെന്റ് അന്നേ ദിവസം സ്വന്തം ബേസിൽ ഏറ് പിടിച്ചിരുന്നതും കല്യാണം മുടങ്ങിയ എന്നെ സോംബികൾ കടിച്ചതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്ന് നടന്നെങ്കിലും മാസ്റ്റർ പ്ലാൻ എല്ലാം റെയിനിന്റെ ആയിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. നവ് യു നോ ടു. ഇനിയുള്ള ഞങ്ങളുടെ പ്ലാൻ ആലോചിച്ച് നോക്കിയാൽ സിമ്പിളാണ്. രേഖകൾ മോഷ്ടിക്കുക, പറ്റിയാൽ വീഡിയോ ഫൂട്ടേജ് എടുക്കുക, എലമെന്റിന്റെ അടുത്തെത്തുക, തെളിവുകൾ പുറത്തുവിടുക. രാത്രിയിൽ ക്യാമറ ഹാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഷേഹ. അതിനു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഡിവൈസസ് ഒന്നുമില്ല. ചില സാധനങ്ങൾ മോഷ്ടിക്കാൻ അവളൊരു ലിസ്റ്റ് ഉണ്ടാക്കി തന്നു. മെയിന്റനൻസ് റൂമിൽ നിന്നും സർക്യൂട്ട് ബോർഡും ലോജിക് ചിപ്സും, ചെറിയ ബാറ്ററി പാക്ക്, സർവൈലൻസിൽ നിന്നും ട്രാൻസ്മിറ്റർ, സ്റ്റോറേജിൽ നിന്നും കണക്ടേഴ്സ്, പൊട്ടിയ മോണിറ്റർ പാനൽ, ഒരു ടച്ച് സ്ക്രീൻ പാനൽ. ബാക്കി മെറ്റൽ കേസിങ്ങും കവറിങ്ങും എല്ലാം ഷേഹ ടിവിയിൽ നിന്നും ഊരിയെടുത്തു. ഞാനാണേൽ മിസ് ആൻഡ്രോയിഡ് സീസൺ ഫിനാലെ കണ്ടതുമില്ല. ഷേഹ ഇതെല്ലാം കൊണ്ടൊരു ടാബ്ലോയിഡ് ഉണ്ടാക്കി. അഥവാ ടാബ്ലോയിഡ് പോലെ ഇരിക്കുന്നൊരു ഡിവൈസ്. രാത്രിയിൽ സെക്യൂരിറ്റി CCTV അവൾ ഹാക്ക് ചെയ്യുന്നു. ആ സമയം ഞാൻ ഡോക്യുമെന്റ്സ് എടുക്കുന്നു. ശുഭം. ഞാൻ പലതവണ എലമെന്റിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. ടെലിപ്പതിക്കലി. കഴിഞ്ഞില്ല. രാവിലെ പതിവ് പോലെ ഞങ്ങളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി. കോഡിംഗ് ആയിരുന്നു. ഞാൻ ടെലിപ്പതിക് ലിങ്ക് വഴി ഷേഹയെ കോപ്പി അടിച്ച് ടാസ്ക് കംപ്ലീറ്റ് ആക്കി. കാഷിയൻ വോൺ ഇപ്പോളില്ല. ഇന്നലെ ക്ലാഡ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അവൾ ഞങ്ങളെ കണ്ടിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. അവളുടെ കൈ ഇപ്പോഴും പൂർണ്ണമായി ശരിയായിട്ടില്ല. കെട്ടിവെച്ചിട്ടുണ്ട്. അവളുടെ അയൺ ക്ലാഡ് ഇടുപ്പിന്റെ ഇടതുവശത്ത് തൂക്കിയിട്ടിരിക്കുന്നു. അവൾ അവളുടെ ഇടത്തെ കൈ കവചത്തിലിട്ട് കാഷിയന്റെ നേർക്ക് വന്ന് അയാൾ ഇടിച്ചു പഞ്ഞിക്കിട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ എന്നെ കാണാതെ ഇരിക്കാൻ ഞാൻ ടെലിപ്പതിക്കലി ഹൈഡായിരുന്നു. അവിടെ നിന്നും വാൻഗ്വാർഡ്സും ഗേൾ ഈഗിളും വന്ന് അവളെ എങ്ങോട്ടോ പിടിച്ചുകൊണ്ടുപോയി. കാഷിയന് നല്ല പരുക്കുള്ളതുകൊണ്ട് അയാളെയും മാറ്റി. പകരം ഇപ്പോൾ ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. ഒരു ഹാഫ് സ്പാനിഷുകാരി, ഗബ്രിയെല്ല വാൽവർട്ടി. അങ്ങനെ രാത്രിയായി. സോങ് മുറിയിലെത്തി. ഷേഹയ്ക്ക് പൂച്ചയെ ഒട്ടും ഇഷ്ടമല്ല. അല്ലേലും എനിക്കും ഷേഹയ്ക്കും അടികൂടാൻ കാരണങ്ങൾ ചുമ്മാ കിട്ടും. ഇന്നലെ അവൾ CID കളിക്കൻ മോശം സീരീസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കി. CID കളിക്കൻ ഇസ് എ കൾട്ട് ക്ലാസിക്. ഇവൾക്ക് എന്തറിയാം. ഇന്ന് ഞാൻ ഇറങ്ങാൻ നേരം സോങ്ങിനെ നോക്കി നിന്റെ പാകിസ്ഥാനി പൂച്ചയെ എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ദേഷ്യത്തിൽ അവളെ ക്സെനോഫോബിക് എന്ന് വിളിച്ചു. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നൈറ്റ് വിഷൻ ക്യാമറയിൽ ഓണാണ്. ക്യാമറയ്ക്കും വാൻഗാർഡിനും എന്നെ എങ്ങനെ പോയാലും ഡിറ്റക്ട് ചെയ്യാനൊക്കും. ഞാൻ ടെലിപ്പതിക്കലി ഹൈഡായിട്ട് കാര്യമില്ല. ക്യാമറയുടെ കാര്യം ഷേഹ നോക്കിക്കൊള്ളും. വാൻഗാർഡ്സ് കാണാതെ ഞാൻ സെൻട്രൽ റൂമിലെത്തി. ഷേഹ ഇരിക്കുന്ന മേശയുടെ അടുത്ത് സോങ് വന്നിരുന്നു. ഇവൾ പൂച്ചയെ ഷൂ ഷൂ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം, ലിങ്ക് വഴി. സോങ് ഇവളെ നോക്കി ചീറ്റി അടുത്തേക്ക് വന്നു. ഷേഹയുടെ കയ്യിൽ നിന്നും ടാബ്ലോയിഡ് താഴെ വീണു. സോങ് അതിനു മുകളിൽ ചാടിയിരുന്നു. ഷേഹ അതിനെ മാറ്റാൻ നോക്കി. ക്യാമറയിൽ താഴെ ലൈറ്റ് സിസ്റ്റം എന്തിനോ വെച്ചിട്ടുണ്ട്. സോങ് കളിക്കുന്നതിനിടയിൽ ലൈറ്റ് ഒരു ക്യാമറയിൽ ഓണായി. നൈറ്റ് മോഡിലായിരുന്നതുകൊണ്ട് സർവൈലൻസ് റൂമിൽ സ്ക്രീൻ ബ്ലറായി. അവർക്ക് സംഗതി പിടികിട്ടി. 2 മിനിറ്റിൽ ഞങ്ങളുടെ റൂമിൽ മുട്ടുകേട്ടു. ഷേഹ പേടിച്ചു വാതിൽ തുറന്നു. ഗേൾ ഈഗിളും 2 ഹ്യൂമൻ ഗാർഡും. അവർ അകത്തു കയറി. ടാബ്ലോയിഡും പൊട്ടിയിരിക്കുന്ന ടിവിയും. ഗേൾ ഈഗിൾ ഷേഹയുടെ ചെകിട്ടത്തടിച്ചു. അവളെ പിടിച്ചുകൊണ്ടുപോയി. അവൾ ടെലിപ്പതിക്കലി സംസാരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ പാകിസ്ഥാനി പൂച്ച എന്നെ പെടുത്തിയെന്ന് പറഞ്ഞു. കമോൺ ഷേഹ. പൂച്ചയ്ക്ക് നാഷണാലിറ്റി ഇല്ല. ഷേഹയെ അവർ ഗബ്രീലയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. ഗബ്രിയല്ല തോക്കെടുത്ത് ഷേഹയുടെ നെറ്റിയിൽ വെച്ചു. ഞാൻ ഹൈഡൌട്ട് മാറ്റി അവരുടെ മുന്നിൽ ചാടി വീണു. ഗബ്രിയല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ റെസിസ്റ്റൻസ് ഫോഴ്സ്. ഗബ്രിയല്ല അലാം ഓണാക്കാൻ പറഞ്ഞു. ഗാർഡ്സ് എല്ലാം എത്തി. ശബ്ദം കേട്ട് റിക്രൂട്ട്സും ഉണർന്നു. ഗേൾ ഈഗിൾ അവളുടെ സ്യൂട്ടിൽ കൂടി അവളുടെ ചിറകുകൾ വിടർത്തി. ഞാൻ മനസ്സിൽ ആലോചിച്ചു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ മഹാഭാവികൾ എന്തിന് ഇത്രയും പേരെ വിളിച്ചു കൂട്ടുന്നത്? ഗബ്രിയല ബാക്കിയുള്ള റിക്രൂട്ട്സിൽ നിന്നും എന്റെ ആളുകളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണെന്ന്. അല്ല, ഞങ്ങൾ 2 പേരും കൂടി ഒറ്റയ്ക്കാണെന്ന്. പിന്നെയും തെറ്റിച്ചു. എന്തായാലും അവർക്ക് കാര്യം മനസ്സിലായി.
ഗബ്രിയല് പറഞ്ഞു അതപ്പോൾ എളുപ്പമായെന്ന്. ഗേൾ ഈഗിൾ എന്റെ നേർക്ക് വന്നു. എന്നെ ഇടിച്ചെടുത്ത് മതിലിൽ ചേർത്തു. ചിറകു മാത്രമല്ല, അവൾക്ക് സൂപ്പർ സ്ട്രെങ്തുമുണ്ടെന്ന് മനസ്സിലായി. WWE റിങ് പോലെ നടുക്കായി ഞാനും ചുറ്റും കാണികളും. എന്റെ പവർ പഞ്ചും ഫ്ലൈറ്റും ഉപയോഗിച്ചു കുറേ നേരം. ടെലിപ്പതിക് അറ്റാക്ക് നോക്കിയാൽ വാൻഗോഡ്സ് അപ്പോഴേക്കും അറ്റാക്ക് ചെയ്യും. എന്നെ വളരെ വേഗം അവർ കീഴ്പ്പെടുത്തി. എന്നെയും ഷേഹയെയും മുട്ടുകുത്തിച്ചു നിർത്തി. എന്റെ മുഖത്തു നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. ഷേഹയിൽ നിന്നും തുടങ്ങാമെന്ന് പറഞ്ഞ് ഗബ്രിയെല്ല തോക്കുമായി ഞങ്ങളുടെ അടുത്ത് വന്ന് തോക്ക് അവൾക്ക് നേരെ ചൂണ്ടി. അവൾ കണ്ണടച്ചു. ഞാൻ നോ എന്ന് പറയുന്നുണ്ടായിരുന്നു. സമയം 2 മണി. പെട്ടെന്ന് ആകാശം തിളങ്ങാൻ തുടങ്ങി. രാവിലെ ആയതുപോലെ. മിന്നലിന്റെ പ്രകാശം. ഞങ്ങളുടെ അടുത്തുള്ള ഭീമമായ ഗ്ലാസ് ഡോർ വഴി പുറത്തുള്ള വലിയ ക്ലൗഡ് സീഡിംഗ് മെഷീൻ കാണാമായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ വീതിയിൽ ഒരു മിന്നൽ പ്രളയം ആ കൺട്രോൾ സെന്ററിന്റെ നടുക്കുള്ള വെതർ അംബ്രലയിൽ വന്നടിച്ചു. ആ വെതർ സ്റ്റേഷൻ പൊട്ടി തകർന്നു വീണു. ഗ്ലാസ് ഡോർ എല്ലാം പൊട്ടി. ബിൽഡിങ്ങിന്റെ മുകളിലെ ഓപ്പൺ റൂഫ് വഴി മുകളിലോട്ട് നോക്കിയ ഞങ്ങൾ എലമെന്റിനെ കണ്ടു. ആകാശത്തിന് നടുവിൽ ദേഹത്തിലെ വൈറ്റ് സ്യൂട്ട്. ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട ഫോൺ സ്ക്രീൻ പോലെ തിളങ്ങുന്നു. ഇപ്പോൾ പേടി ഞങ്ങളൊഴികെ ബാക്കിയുള്ളവരുടെ മുഖത്തായി. വാൻഗാർഡ്സ് എല്ലാം പറന്ന് എലമെന്റിനെ അറ്റാക്ക് ചെയ്യാൻ. പറന്നു പോകുന്നതിലും വേഗത്തിൽ ഹൈഡ്രോളിക് സ്ക്യൂസർ വെച്ച് കാറുകൾ ചുളുക്കുന്നതുപോലെ താഴെ വന്നു വീണു എല്ലാം. എലമെന്റ് പറന്ന് താഴെ ഇറങ്ങി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് വർക്കായി എന്ന് എലമെന്റ് എന്നോട് പറഞ്ഞു. ബാക്കി ഗാർഡ്സ് എല്ലാം ആ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അറ്റാക്ക് തുടങ്ങി. എന്നാൽ ഇത്തവണ മേൽക്കൈ ഞങ്ങൾക്കായിരുന്നു. ഇതിനിടയിൽ സോങ് അവളുടെ പ്രായശ്ചിത്തം ചെയ്തു. ഷേഹയെ താഴെ നിന്നു കിട്ടിയ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കിയ ഗേൾ ഈഗിളിന്റെ മുഖത്തേക്ക് അവൾ ചാടി വീണാക്രമിച്ചു. ഗബ്രിയലയെ കാണാനില്ല. ഗാർഡ്സ് എല്ലാം തിരഞ്ഞോടി. രേഖകളെല്ലാം ഞാൻ എടുത്തു. CCTV വിഷ്വൽസും കിട്ടി. ഞങ്ങൾ പുറത്തിറങ്ങി. JR കാറുമായി അപ്പോഴേക്കും എത്തി. എന്നോട് ദ്രോണാഗിരിയിൽ അർണവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അർണവ് ആളെ അയക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അർണവ് ഇപ്പോൾ എമിലിയെ കണ്ടുമുട്ടി എന്ന് കേട്ടു. അപ്പോൾ അങ്ങനെയായി ഇപ്പോൾ കാര്യങ്ങൾ. അല്ലേലും ഞാൻ എന്തിന് അതിനിനി ബോധറാക്കണം? അത് കഴിഞ്ഞ കാര്യമല്ലേ. ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് മുകളിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. അത് നിലത്തിറങ്ങാതെ ആകാശത്ത് നിന്ന് തന്നെ വട്ടമിടുന്നു. ഒരു നോർമൽ ഐസൈറ്റ് വ്യത്യാസത്തിൽ ആ വലിയ ഹെലികോപ്റ്റർ എയറിൽ നിന്നും വാതിൽ തുറന്നു. ഞങ്ങൾ അയാളെ കണ്ടു. ഡൊമിനിക് റെയിനെ. ഇസബെല്ല ഞങ്ങളോട് കാറിൽ കയറി പോകാൻ പറഞ്ഞു. ഞങ്ങൾ കയറി. കൂടെ സോങ്ങും. ഇസബൽ പറന്ന് ഹെലികോപ്റ്ററിന്റെ അതേ പൊക്കത്തിൽ പറന്നു നിന്നു. ഡൊമിനിക് തന്റെ കൈകൾ വെച്ച് ഒരാളെ വെടിവെച്ചിടുന്നത് പോലെ ഇസബലിനെ നോക്കി ആംഗ്യം കാണിച്ചു. എന്നിട്ട് പുച്ഛിച്ചു ചിരിച്ചു. ഇസബൽ തിരിച്ചു പറന്നുപോയി. ഞങ്ങളുടെ ടെലിപ്പതിക് മൈൻഡിന് കേൾക്കാനാണോ എന്നറിയില്ല. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. എവറി സ്റ്റോം ഫാൾസ് ഇവൻച്വലി. ഈവൻ യു എലമെന്റ്. ഡൊമിനിക് റെയിൻ കർവത്ത് ഹോൾ ബിൽഡിങ്ങിന്റെ താഴത്തെ നിലയിലെ സീക്രട്ട് എക്സ്പെരിമെന്റ് നടക്കുന്ന ലെയറിലെത്തി. ഗബ്രിയല്ല വെൽവർഡി അവിടെ നിൽപ്പുണ്ടായിരുന്നു. റെയിൻ അവരോട് ചോദിച്ചു, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അവൾ പറഞ്ഞു, ഇറ്റ് ഈസ് കംപ്ലീറ്റ് സർ. വി ക്യാൻ വേക്ക് ഹർ അപ്പ് എനി ടൈം. ഡൊമിനിക് അകത്തേക്ക് നടന്നു. ചുറ്റും സയൻറ്റിസ്റ്റുകളും ഗാർഡ്സും. മുറിയുടെ നടുക്കായി ഒരു സ്റ്റേസിസ് പോഡ് അഥവാ ഒരു കണ്ടെയ്ൻമെൻറ്റ് പോഡ് വച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഒരു യുവതിയെ ക്ലോൺ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. സ്റ്റേസിസ് പോഡിൽ പ്രോജക്റ്റ് ആൻറ്റി എലമെൻറ്റ് എന്നെഴുതിയിരിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ രൂപം. ഡൊമിനിക് അതിശയത്തോടെ പറഞ്ഞു, എക്സെപ്ഷണൽ. എന്നിട്ട് നടന്ന് സ്റ്റേസിസ് പോഡിൻ്റെ അടുത്തെത്തി. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി അവളുടെ ചെവിയിൽ എന്നോണം പറയുന്നത് പോലെ ഡൊമിനിക് റെയിൻ പറഞ്ഞു, വെൽക്കം ബാക്ക് മായ കാർലോസ്.